ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അളിയാക്കും താത്തയും വന്ന ദിവസത്തെ ഒരു നോമ്പ് തുറ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പോരായ്മകൾ എന്തായാലും ഉണ്ടാവും, ഉള്ള പോരായ്മകൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. മാറ്റങ്ങൾ വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. കുട്ടികളൊക്കെ വന്നുകൊണ്ട് തന്നെ ഏജ് നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്നും ഓൻ ഒറ്റക്കായതുകൊണ്ട് ഓനക്ക് കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഓനക്ക് നല്ല ബോറടിയാണ്. എന്നും ഒരു കോയിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഇപ്പോൾ താത്താൻ്റെ കുട്ടികൾ കാണാനുള്ള ഷോ ആണ് കേട്ടോ ഇപ്പോൾ ഓരോന്ന് കാണിക്കണം. ഉമ്മ പിന്നെ തിരക്കിട്ട പണിയിലാണ്, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ എനിക്കെന്താ പണിയെന്ന് ചോദിച്ചാൽ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുക എന്നുള്ള പണിയാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ കുതിർക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ എന്നോട് മെയിൻ പൈനാപ്പിൾ ചെത്താൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പൈനാപ്പിൾ ചെത്തുന്ന പരിപാടി ഇഷ്ടമല്ല, എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ അമ്മ ഇന്നൊക്കെ ഞാൻ ചെത്തൂല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര യുദ്ധം നടക്കും, അതുകൊണ്ടുള്ള പ്രഹസനം മാത്രമാണ്. പിന്നെ അമ്മനെ വന്ന് ഫുള്ള് ചെത്തിയെടുത്തിട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി തന്നപ്പോഴാണ് ഞാൻ ജ്യൂസൊക്കെ അടിച്ച്. പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോഴാണ് കേട്ടോ അളിയാക്കി റാശിയൊക്കെ വന്നേ. ഇതൊക്കെയാണ് കേട്ടോ ഇന്നുണ്ടാക്കിയ സാധനങ്ങൾ. വത്തക്ക പിന്നെ എല്ലാ ദിവസവും ഉണ്ടാകും. പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ നമ്മൾ ഒതൻറ്റിക് തരിക്കഞ്ഞി, ബ്രെഡ് പൊരിച്ചത്, സമൂസ, ചട്ടിപ്പത്തിരി, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാങ്ക് കൊടുക്കാൻ സമയമായപ്പോൾ ഞാൻ ഈത്തപ്പഴമൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഓൾവേസ് മുണ്ടാണ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ നേരം സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചു കേട്ടോ. പിന്നെ റാഷിക്കും അളിയാക്കൊന്നും ഇപ്പം തന്നെ ചോറൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടാളും അങ്ങാടിയിൽ പോയിട്ടോ. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അളിയാക്ക വന്നത്. റാഷി ഇപ്പോഴും എത്തിയിട്ടില്ല. പിന്നെ ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു നല്ല സ്നേഹത്തിലാണ്, വെറുതെ കച്ചറ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഞാനും താത്തയും ചോറൊക്കെ കഴിച്ച് പിന്നെ അളിയാക്ക വന്നു കേട്ടോ. പിന്നെ അളിയാക്കാക്ക് ചോറ് കഴിക്കാൻ സ്ഥലമല്ല, പത്തൊക്കെ മതി എന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇന്നിട്ടൊന്ന് താങ്ങണുണ്ട്. അളിയാക്ക അതൊക്കെ പറയട്ടോ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.